നമസ്കാരം, എഡിറ്റോറിയലിലേക്ക് സ്വാഗതം. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഏറെ സർപ്രൈസ് നിറഞ്ഞ മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. BJP ആരെ കളത്തിലിറക്കുമെന്ന് ഏവരും ഉറ്റുനോക്കിയൊരു മണ്ഡലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ശോഭന, കുമ്മനം രാജശേഖരൻ, നിർമ്മല സീതാരാമൻ, അങ്ങനെ ഒട്ടേറെ പേരുകളാണ് ഈ മണ്ഡലത്തിൽ ഉയർന്നു കേട്ടത്. തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്ന ഒരു A ക്ലാസ് മണ്ഡലമാണ്. പക്ഷെ ഇവിടെ നറുക്ക് വീണത് രാജീവ് ചന്ദ്രശേഖരനാണ്. അങ്ങനെ ശശി തരൂർ സ്വന്തം മണ്ഡലമാണെന്ന് കച്ചകെട്ടിയിരിക്കുന്ന മണ്ഡലത്തിലേക്കാണ് BJP വളരെ വ്യക്തമായ കണക്കുകൂട്ടലോടെ രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയത്. അങ്ങനെ ഒന്നും കാണാതെ ആ വ്യക്തിയെ BJP അവിടെ ഇറക്കില്ല. തീർച്ചയായിട്ടും. കാരണം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും നൈപുണ്യ വികസനത്തിന്റെയും ഇലക്ട്രോണിക്സിന്റെയും ഒരു സഹമന്ത്രിയാണ്. അപ്പം അത്രയും ഒരു കേന്ദ്ര പദവിയിലിരിക്കുന്ന കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ BJP ഇവിടുത്തെ തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ട് എന്നതിന്റെ സൂചന തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 3 പ്രാവശ്യവും തിരുവനന്തപുരം നേടിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ശശി തരൂർ ആയിരുന്നു. അപ്പം BJP ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശശി തരൂരിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരിക്കണം എന്ന് BJPക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ അവരിപ്പോൾ ഇറക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ശശി തരൂർ എന്ന് പറഞ്ഞാല് ഒരു പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് മാത്രമല്ല സ്ഥാനാർത്ഥിയെ ഇപ്പോഴും നിൽക്കുന്നത്. ശശി തരൂരിന് എപ്പോഴും തുണയാവുന്ന തീരദേശ വോട്ടുകളാണ്. വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ ആ തീരദേശത്തിലെ വോട്ട് മറിയുമ്പോഴാണ് അത് ശശി തരൂരിന് ഇതാവുന്നത്. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ BJPനെ എങ്ങനെയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ LDF വോട്ടും അങ്ങോട്ട് മറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ അവരുടെയൊക്കെ ഒരു കളി കൊണ്ടാണ് ഇപ്പോഴും അത് ശശി തരൂരിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലം. എന്നാലും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശശി തരൂർ ഭയക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഇലക്ഷന് കുമ്മനം രാജശേഖരൻ രണ്ടാമതെത്തിയ മണ്ഡലമാണ്. അപ്പോൾ അവിടെ നിസാര വോട്ടുകൾക്കാണ് ശശി തരൂർ ജയിച്ചത്. അപ്പൊ ആ ഒരു പേടി ശശി തരൂരിന് എന്തായാലും ഉണ്ട്. എല്ലാ വട്ടത്തെയും പോലെ ഇത്തവണ അത് BJP അത്രയും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ വട്ടം എന്തായാലും A ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരം പിടിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ തിരുവനന്തപുരത്തിന്റെ ലോക്സഭാ ചരിത്രം, അവിടെ നടന്ന ആ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 1977 മുതലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യം വിജയിച്ചത് അവിടെ CPI സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ തുടർന്ന് 1980 മുതൽ തുടർന്ന് 1996 വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു വിജയിച്ചത്. പിന്നീട് വീണ്ടും CPM സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി, അങ്ങനെ മാറി മാറി വരികയായിരുന്നു. ഒരു സ്ഥിരതയില്ലാതെ തുടരെയായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും പാർട്ടി ജയിക്കും, പിന്നീട് വേറെ പാർട്ടി മാറിയും, അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 1980 മുതൽ തുടർച്ചയായിട്ട് 8 വർഷമായി BJPക്ക് 3-ാം സ്ഥാനമായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മളത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം കഴിഞ്ഞ 2 തവണയായിട്ട് രാജഗോപാൽ 2014 മത്സരിച്ചപ്പോഴും കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ തവണ 2019 മത്സരിച്ചപ്പോഴും 2-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അത് വലിയൊരു ഡിഫറൻസ് തന്നെയാണ്. കാരണം 8 തവണയായിട്ട് 3-ാം സ്ഥാനത്ത് നിന്നിരുന്ന ഒരു പാർട്ടിയാണ് കഴിഞ്ഞ 2 തവണയായിട്ട് 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അത് നമ്മൾ രാജഗോപാലിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ വെറും നിസ്സാരമായിട്ട് 15,530 വോട്ടുകളാണ് അദ്ദേഹത്തിന് ശശി തരൂറുമായിട്ട് കുറവുണ്ടായിരുന്നത്. കുമ്മനം രാജശേഖരൻ നിന്ന സമയത്തും അതുപോലെ തന്നെയാണ്, നിസ്സാര വോട്ടുകളുടെ വ്യത്യാസമാണ് ഉണ്ടായത്. അപ്പൊ 3-ാം സ്ഥാനത്തായിരുന്ന 8 വർഷത്തോളം അല്ല, 8 തവണയോളം 3-ാം സ്ഥാനത്തായിരുന്ന ഒരു പാർട്ടിക്ക് ഇങ്ങനെ 2-ാം സ്ഥാനത്തേക്ക് വരാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന തിരഞ്ഞെടുപ്പ് CPM-നായാലും കോൺഗ്രസിനായാലും അത്ര നിസ്സാരമായിരിക്കില്ല. ഇപ്പൊ കോൺഗ്രസ് ആയാലും CPM ആയാലും അവരുടെ സ്ഥാനാർത്ഥികളെയല്ല, BJP ആരെയാണ് ഇറക്കാൻ പോകുന്നതെന്നാണ് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. കാരണം അവർക്ക് തന്നെ മനസ്സിലായി, ഓരോ തവണ ഇപ്പൊ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും വോട്ട് ശതമാനം നല്ല രീതിയിൽ BJPക്ക് കൂടുന്നുണ്ട്. അപ്പൊ ഇത് എന്തായാലും കോൺഗ്രസിനെയും CPM-നെയും നല്ല രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയാൽ BJP അങ്ങനെ ഒരാളെ ഇറക്കുന്നത് വളരെ കണക്കുകൂട്ടലൂടെയാണ്. അപ്പോൾ ശശി തരൂരിനെ എന്ന് പറഞ്ഞാൽ അവർ നിർത്താൻ കാരണം അടുപ്പിച്ച് ജയിച്ചതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ജയിക്കുമെന്നൊരു പ്രതീക്ഷയിൽ നിർത്തുന്നത്. ജനങ്ങളുടെ മനസ്സ് എങ്ങോട്ട് ഇതാവുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ BJP ഇത്രത്തോളം ഓളുണ്ടാക്കി ഒരു അടിയൊഴുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് BJP. ഒന്നുമില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും തള്ളിക്കളഞ്ഞപ്പോഴും
അപ്പൊ BJPക്ക് ഒരു വേരുറപ്പ് ഇല്ല എന്ന് കേരളത്തിൽ പറയുന്നിടത്താണ് BJP ഇന്ന് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരു ഭയമായി വളർന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ തിരുവനന്തപുരത്ത് പ്രചാരണത്തിന് എത്തിയപ്പോൾ ആൾക്കൂട്ടം നമ്മൾ കണ്ടതാണ്. വിമാനത്താവളത്തിൽ നിന്ന് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ച രീതിയും മാത്രമല്ല നൂറുകണക്കിന് ബൈക്കിലായിട്ടാണ് റോഡ് ഷോയൊക്കെ നടന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും ഒരു ജനസാഗരം ഒരു പ്രചാരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJPയിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിത്യ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം CPMന്റെ വോട്ടുകൾ കോൺഗ്രസിന് മറിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത്തവണയും മറിയാൻ സാധ്യതയുണ്ടെന്നാണ് മറ്റൊരു ഘടകം. കാരണം നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ 2 പാർട്ടികളായിട്ടാണ് ഇവർ നിൽക്കുന്നത്. കോൺഗ്രസ് ആയിട്ടും കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും പക്ഷേ കേന്ദ്രത്തിൽ എത്തുമ്പോൾ ഒന്നാവും. കാരണം നമുക്കറിയാം കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടിയിട്ട് ഇവർ രൂപീകരിച്ച അവിയൽ മുന്നണിയിൽ എല്ലാ പാർട്ടികളും ഉണ്ട്. അപ്പോൾ അതുപോലെ ഇത്തവണ വോട്ട് മറിയാൻ സാധ്യതയുണ്ടെങ്കിലും BJP സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. കൃത്യമായ ഓരോ പ്ലാനുകളോട് തന്നെയാണ് നരേന്ദ്രമോദി ഇന്ന് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് ഇറക്കിയിരിക്കുന്നത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വളരെ വാശിയേറിയ മത്സരമാണ് 2024 തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. ഒരു ത്രികോണ മത്സരം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൽ ആര് ജനവിധി തേടുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം.